നമസ്കാരം, ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ കോംപ്രിഹെൻസീവ് ലിവർ കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹെപ്പറ്റോളജി വിഭാഗം ഇൻചാർജും കൺസൾട്ടൻറ്റുമാണ്. പുറത്ത് ഒരു ലക്ഷണവും കാണിക്കാതെ ലിവറിൻ്റെ അസുഖമായിട്ട് പലരും നമ്മുടെ അടുത്ത് വരാറുണ്ട്. വേറെ ഏതെങ്കിലും അസുഖങ്ങൾക്കായിട്ട് അൾട്രാസൗണ്ട് എടുക്കുമ്പോൾ ലിവറിൽ ഫാറ്റ് കാണാറുണ്ട്. ഇത് വളരെ കോമൺ ആണ്. അപ്പോൾ ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 40 തൊട്ട് 50% ആൾക്കാരിൽ ഫാറ്റ് ലിവർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ പലതാണ്. ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സിംറ്റംസ് ഒന്നും ഉണ്ടാവാറില്ല. പിന്നീട് ചിലർക്ക് ക്ഷീണമായിട്ട് വരാം, അല്ലെങ്കിൽ വയറിൻ്റെ മുകളിൽ വലതുവശത്തായിട്ട് ചെറിയ വേദനയോടുകൂടി വരാം. അങ്ങനെ ചെറിയ ചെറിയ സിംറ്റംസ് ഉണ്ടാവാം, നോൺ സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടാവാം, അല്ലെങ്കിൽ സിംറ്റംസ് ഒന്നും ഉണ്ടാവാറില്ല. ഇങ്ങനെ വെറുതെ ചെയ്യുന്ന അൾട്രാസൗണ്ടുകളിൽ പലപ്പോഴുമാണ് നമ്മൾ ഫാറ്റ് ലിവർ കണ്ടെത്തുന്നത്. അപ്പോൾ ഫാറ്റ് ലിവറിൻ്റെ സിംറ്റംസ് ഇതൊക്കെയാണ്. ഇനി ആർക്കൊക്കെ ഇത് വരാം? ഫാറ്റ് ലിവർ വരാനുള്ള ഒരു മെയിൻ കാരണം മദ്യപാനമാണ്. അപ്പോൾ മദ്യപാനം മാത്രമല്ല, ആൽക്കഹോൾ കുടിക്കാത്തവർക്ക് തന്നെ ഫാറ്റ് ലിവർ വരാം. അതായത് ഷുഗറോ പ്രീ ഡയബറ്റീസോ, ഷുഗറിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു ബോർഡർ ലൈൻ ഷുഗർ എന്ന് പറയുന്ന ആ കാറ്റഗറിയിലുള്ളവർക്കോ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ തന്നെ പല തരത്തിലുണ്ട്. ഇപ്പോൾ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന കൊളസ്ട്രോൾ കൂടിയുള്ളവർക്കും HDL എന്ന് പറഞ്ഞ കൊളസ്ട്രോൾ, അതായത് നല്ല കൊളസ്ട്രോൾ, അത് കുറവുള്ളവർക്കും ഫാറ്റ് ലിവർ വരാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമത്തേതായിട്ട് അമിത ഭാരം, ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും ഫാറ്റ് ലിവർ എളുപ്പത്തിൽ വരാം. പിന്നെ ഫാമിലിയിൽ ആർക്കെങ്കിലും, നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. പിന്നെ BP, ഹൈപ്പർ ടെൻഷൻ, അതായത് BP കൂടുതലാണെങ്കിലും ഫാറ്റ് ലിവർ വരാം. അപ്പോൾ ഇതൊക്കെയാണ് ഫാറ്റ് ലിവർ വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ്. അപ്പോൾ ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ടെസ്റ്റ് ചെയ്ത് നോക്കി ഫാറ്റ് ലിവർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫാറ്റ് ലിവർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫാറ്റ് ലിവർ കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഒരു വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഫാറ്റ് ലിവർ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ പറ്റും. അപ്പോൾ ഫാറ്റ് ലിവർ ഉള്ളത് മാത്രമല്ല നമുക്ക് പ്രശ്നമായിട്ടുള്ളത്. ഫാറ്റ് ലിവർ കുറച്ച് നാൾ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ലിവറിൻ്റെ അകത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാവും, അതായത് നീരുണ്ടാവും. അപ്പോൾ ഇൻഫ്ലമേഷൻ ഉണ്ടായി അത് പിന്നെ ലിവർ കട്ടിയാവാനും, ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ അതിനെ ഫൈബ്രോസിസ് എന്ന് പറയും, ലിവർ കട്ടിയാവുന്നതിന്. അപ്പോൾ ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ ഈ ഫൈബ്രോസിസ് സിറോസിസ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്, ലിവർ സിറോസിസ്. ഈ ഒരു പ്രോഗ്രഷനെ നമുക്ക് തടയിടാനായിട്ട് നേരത്തെ കണ്ടുപിടിച്ചാൽ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഫൈബ്രോസിസ് ആവുന്നുണ്ടോ, ഇൻഫ്ലമേഷൻ ആവുന്നുണ്ടോ, ഇതെങ്ങനെ ടെസ്റ്റ് ചെയ്യാം? ഇത് ടെസ്റ്റ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ടുള്ള 2-3 ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതിയാവും. ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, നിങ്ങളുടെ AST, ALT, നിങ്ങളുടെ പ്രായം, ഈ 4 കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു FIB-4 എന്ന് പറഞ്ഞൊരു സ്കോർ കിട്ടും. ഈ സ്കോർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും നിങ്ങളുടെ ലിവർ കട്ടിയായിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട്. ആ സ്കോർ അഥവാ കൂടുതലാണെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ഫൈബ്രോ സ്കാൻ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ ലിവർ കട്ടിയായി പോകുന്നുണ്ടോ എന്നും അറിയാൻ സാധിക്കും. അപ്പോൾ അഥവാ ഫൈബ്രോസിസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്യണം. ഇതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പ്രോഗ്രസ് ചെയ്ത് ലിവർ സിറോസിസും ലിവർ ക്യാൻസറും ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ എൻ്റെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാം. ഇവിടെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ ടോപ്പിൻ്റെ ലിങ്കിൽ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാം.